പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, റോസരി വാറ് 50 ലക്ഷത്തോളം ജപമാലയോട് ചേർന്ന് നമ്മൾ ഒന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഈ ലോകം മുഴുവൻ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കറിയാം, സഭയുടെ നിയന്താവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ സമയത്തെല്ലാം കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയാണ്. സഭയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിലും സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വർഗം പറഞ്ഞു വിടുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ദൗത്യ നിർവഹണത്തിന് ഉപയോഗിക്കുന്ന മാധ്യമമാണ് പരിശുദ്ധ അമ്മ മാതാവ്. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സഭയില് 1251 കാലഘട്ടത്തിൽ യൂറോപ്പിലെ കർമ്മല സഭയിൽ ഒത്തിരി പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ സൈമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു വൈദികൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കണ്ണുനീരോടെ സഭയിലെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ 1251 പരിശുദ്ധ അമ്മ മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഉത്തിരീയം കൊടുത്ത് ഈ ശുശ്രൂഷ വഴി സഭയെ നവീകരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഈ ശുശ്രൂഷ ചെയ്ത് കർമ്മല സഭയിലെ പ്രതിസന്ധി ഇല്ലാതായി. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ സ്നേഹിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണല്ലോ പരിശുദ്ധ അമ്മ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. നമ്മളൊരു വചനം കേട്ട് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ പോവാ. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 24-ാം തിരുലിഖിതം ജപമാലയെ പറ്റിയുള്ള ദൈവവചനമാണ്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങളെ അണിയട്ടെ, അവളുടെ മുഖത്തിന് നീ ചുമല് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൻ നീ കുടഞ്ഞെറിയരുത്. കേട്ടെ, 29 വാക്യങ്ങൾ. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആരാധന. നമുക്ക് 2 കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ, സഭയെ നവീകരിക്കണമേ, തളർന്നുപോയ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ, വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തികളെ ഉണർത്തണമേ. സഭയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് അമ്മ മാതാവിനെ പറഞ്ഞു വിട്ടില് ഫാത്തിമയിലും ലൂർദിലും മർജഗോരിയിലും ഗഡിലിപ്പായിലും ലാസലറ്റായിലും ലൊറൈറ്റായിലും അനേക സ്ഥലത്ത് അമ്മയുടെ സാന്നിധ്യം വഴി സഭ ഉണർന്നതുപോലെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സഭ ഉണരപ്പെടുവാൻ കരങ്ങൾ ഉയർത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. അമ്മേ മാതാവേ, പ്രാർത്ഥിക്കണമേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈ രടി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, പരിശുദ്ധ അമ്മേ, ഈശോ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ, അമ്മ മാതാവേ, പൊതിഞ്ഞു പിടിക്കണമേ, സഭയെ കുടുംബങ്ങളെ കോട്ട കെട്ടണമേ, അമ്മയുടെ നീലക്കാപ്പ് കൊണ്ട് സംരക്ഷിക്കണമേ. ഹല്ലേലൂയാ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, റോസറി വാറിന്റെ ഈ ശുശ്രൂഷയിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം സഭയെ പറ്റിയാ. ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. ഒരു തിരുവചന ഭാഗം നമുക്കെടുത്ത് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക. പൗലോസ് ലീഗ കൊളോസസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വരുന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ സഹനത്തിന് കുറവുണ്ടായിട്ടല്ല,
ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയിൽ ഒരു കുറവുണ്ടാകുമ്പോൾ ആ കുറവുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സഹനങ്ങൾ ഏറ്റെടുത്ത് ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർന്ന് സഹിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ അതിശക്തമായ ഇന്ന് ആഞ്ഞടിക്കുന്ന കാലഘട്ടമാ. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായി രഹസ്യമായി പ്രവർത്തിക്കുന്ന കാലഘട്ടമാ. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ, ഈ വചനം നമ്മുടെ എല്ലാം മനസ്സിൽ ഒന്ന് കുറിച്ചിടേണ്ട വചനമാ. കേസരി ഫിലിപ്പി പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച ശേഷം ഈശോ സ്ത്രീകന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണത്? ഉടനെ അവർ പറഞ്ഞു, നീ ഏലിയാണെന്നും പ്രവാചകനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഉടനെ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്ത്രീകന്മാരോട് ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്? ഉടനെ പത്രോസ് ശ്രീക എഴുന്നേറ്റ് പറയുന്നൊരു വാക്യമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായ. അടുത്ത വാക്യം എന്നറിയാമോ? പത്രോസിനെ നോക്കിയിട്ട് ഈശോ പറയുക, പത്രോസ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മാംസമോ രക്തവുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാ. അടുത്ത വാക്യം, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. അടുത്ത വചനം എന്തറിയാമോ? നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടത്തില്ല. കഴിഞ്ഞ 2000 വർഷമായി ലോകത്തിൽ നിലനിൽക്കുന്ന ഏക സത്യശ്രൈകിക സഭയാ പരിശുദ്ധ സഭ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദ്യത്തെ 4 നൂറ്റാണ്ട് ഏകദേശം ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ ചുടുതണം കൊണ്ട് പണിയപ്പെട്ട സഭയാ. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയ്ക്കകത്ത് കുർബാന കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികൻ ബലിപീഠത്തെ ഈശോ മിശിഹായുടെ കാൽവരി കുരിശിന്റെ ബലിയുടെ ആ ബലി നടക്കുന്ന ബലിപീഠമായ കുരിശിനോട് ചേർത്ത് ഈ അൾത്താരയിൽ ബലിപീഠത്തെ ചുംബിച്ചുകൊണ്ട് വൈദികൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇനി ഒരിക്കലും ഈ ബലി അർപ്പിക്കാൻ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ആദ്യത്തെ 4 നൂറ്റാണ്ടിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തില് വിശ്വാസ സമൂഹം ബഹുമാനപ്പെട്ട വൈദികര് വീട്ടിൽ നിന്ന് ചുട്ടെടുത്ത അപ്പവുമായിട്ട് വന്ന് വിശ്വാസ സമൂഹം വരുമ്പോൾ ഏതെങ്കിലും പാറയുടെ മുകളിലോ കാടുകളിലോ പോയി രഹസ്യമായി ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകം വൈദികരുടെ തല വെട്ടി മാറ്റിയിട്ടു. അന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വചനമായത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അന്നും ഇന്നും സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സഭ ഇന്നും പീഡിപ്പിക്കും. എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കെതിരെ സാത്താൻ ആഞ്ഞടിക്കണത്. ഈശോ മിശിഹ കാൽവരി കുരിശില് 3 ആണികൾ തൂക്കപ്പെട്ട് ഈശോയുടെ ബലിവടി പിശാചിന്റെ തല തകർന്നതാ. ഇനി പിശാചിന് ഈശോയെ തൊടാൻ പറ്റില്ല. പക്ഷേ സഭയെ വേദനിപ്പിക്കുമ്പോൾ, സഭയെ മുറിക്കുമ്പോൾ, സഭയെ മുറിപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന് വേദനിക്കുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ടല്ലേ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായത്തിൽ കാണുന്നില്ലേ 14 മുതലുള്ള വാക്യങ്ങളിൽ, സഭയെ ക്രിസ്തുയാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി അധികാരപത്രവുമായി ഡമാസ്കസിലേക്ക് പോകുന്ന ഈ സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് താഴെ വീഴുമ്പോൾ ഒരു സ്വരം കേൾക്കുക, സാവൂൾ സാവൂൾ നീ എന്തിനെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് സാവൂൾ ഇല്ല. ഈശോയുടെ നഗ്നനാക്കുന്ന സമയത്ത് സാവൂളില്ല. 72 മുള്ള് ശിരസിൽ അണിയുന്ന സമയത്ത് സാവൂളില്ല. 5656 പ്രാവശ്യം വിശുദ്ധ ബ്രിജിറ്റയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയില്ലേ? 5000-ലധികം പ്രാവശ്യം ചാട്ടം കൊണ്ട് അടിക്കുന്ന സമയത്ത് ഈ സാവൂളില്ല. പക്ഷേ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയിൽ മാമോദിസ വഴി അംഗമായ ഒരു ക്രൈസ്തവനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്രിസ്തുവാണ് വേദനിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ചിലർക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമാ, ചിലർക്ക് മാതാവിന് ഇഷ്ടമാ. പക്ഷേ മാതാവിന് ഈശോ ഇഷ്ടമാ, പക്ഷെ സഭയെ ഇഷ്ടമില്ല. ഈ സഭയിലല്ലേ പരിശുദ്ധ കുർബാനയുള്ളത്? ഈ സഭയിലല്ലേ കുംഭസാരമുള്ളത്? ഈ സഭയിലല്ലേ വിശുദ്ധരുള്ളത്? ഈ സഭയിലെ രക്തസാക്ഷികളുള്ളത്? അസീസിയിലെ ഫ്രാൻസിസും ഡൊമിനിക് ഡോൺ ബോസ്കോയും തോമാസ്ലിഗായും അൽഫോൺസാമയും മദർ മറിയം ത്രേസ്യയും കുഞ്ഞച്ചനൂട്ട ഉൾപ്പെട്ട ഈ സഭയിൽ നിന്ന് എന്നെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് പിശാചിന്റെ കണിയാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുമ്പോ സഭയെ പൊതിഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കേണ്ട കടമയുണ്ട് വൈദികർക്കും സമർപ്പിതർക്കും ആത്മായർക്കും. ഹല്ലേലൂയ പറഞ്ഞേ. സഭയിൽ ഓരോ കാലഘട്ടത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അനേകം വിശുദ്ധന്മാരെ സഭയിൽ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സഭയുടെ നേതാവെന്ന് പറയുന്നത്, സഭയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിലും പരിശുദ്ധാത്മാവ് ഏറ്റവും അധികം ഉപയോഗിച്ച മാധ്യമമാണ് പരിശുദ്ധ അമ്മ.
സഭയിൽ ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടമുണ്ടോ അവിടെ അമ്മ മാതാവിനെ സ്വർഗം പറഞ്ഞു വിട്ടിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ സഭയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടമാ. അൽ ജസ്മിൻ ഭാഷാണ്ഡത ഉണ്ടായ കാലഘട്ടത്തിൽ അനേകം വ്യക്തികള് സഭ വിട്ടുപോയി. പ്രത്യേകിച്ച് ഓസ്ട്രിയ അതുപോലെ തന്നെ ഇറ്റലി പോലെ രാജ്യങ്ങളിൽ അനേകം വ്യക്തികൾ യൂറോപ്പിലെ സഭയിൽ നിന്ന്, കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ കാലഘട്ടത്തിൽ വളരെ വേദനയോടെ സഭയ്ക്ക് വേണ്ടി, ഈ വിട്ടുപോകുന്ന മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വ്യക്തിയാ. 1214 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ മാതാവ് ഡൊമിനിക്ക് പുണ്യവാളിന് പ്രത്യക്ഷപ്പെട്ട് ജപമാല കൊടുത്തത്. 3 വർഷത്തോളം പ്രസംഗിച്ചിട്ട് ഒരു വ്യക്തി മാനസാന്തരപ്പെടാതിരുന്നപ്പോൾ ഇദ്ദേഹം ജപമാല ചൊല്ലിയതിന്റെ ഫലമായി ആ ദേശത്ത് തിന്മ വിട്ടുമാറി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയെ സ്നേഹിക്കുന്ന മക്കളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1386 കാലഘട്ടത്തിൽ 13-ാം നൂറ്റാണ്ടിൽ സഭയിൽ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ കൊളൈറ്റ് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയെ കർത്താവ് എഴുന്നേൽപ്പിച്ചത്. കോൺവെന്റിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് സഭയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി, മെത്രാമാർക്ക് വേണ്ടി, ഭിന്നത ഒഴിവാകാൻ വേണ്ടി കണ്ണുനീരോടെ ഒരു കന്യാസ്ത്രീ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നേരിട്ട് വന്നിട്ട് പറഞ്ഞറിയാമോ, ഹേ കൊളൈറ്റെ, നീ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്ത്, അത് ഞങ്ങൾക്ക് അസ്വസ്ഥതയാ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ടോ? സഭയില്ലാതായ നമുക്കറിയാം, ഈ ലോകത്തിൽ പിശാചിന് തിന്മ കീഴ്പ്പെടുത്താൻ പറ്റും. സഭയിലല്ലേ വൈദികരുള്ളത്, സഭയിലെ പിതാക്കന്മാരുള്ളത്, സഭയിലെ കൂദാശയുള്ളത്. ഒരു വ്യക്തി കത്തോലിക്ക സഭ വിട്ടുപോയാൽ പ്രധാനപ്പെട്ട 5 നഷ്ടമുണ്ട്. 1, ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാന നഷ്ടപ്പെടും. 2, കുംഭസാരം എന്ന കൂദാശ നഷ്ടപ്പെടും. 3, പരിശുദ്ധ അമ്മ മാതാവും വിശുദ്ധന്മാരുടെ ശ്രീകന്മാരുടെ കൂട്ടായ്മ നഷ്ടപ്പെടും. 4-ാമത്തെ കാര്യം നമുക്കറിയാം, മരിച്ചതിന് ശേഷമുള്ള ശുദ്ധീകരണാത്മാക്കളുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകും. 5-ാമത്തെ കാര്യം, ദണ്ഡവിമോചനം നഷ്ടപ്പെട്ടു പോകും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയ്ക്ക് വേണ്ടി, സഭയെ സ്നേഹിച്ചു പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിമർശിക്കാനോ കുറ്റപ്പെടുത്താനും മാറി നിൽക്കാനല്ല വേണ്ടത്. സഭയെ നെഞ്ചോട് ചേർത്ത് ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ സഹനങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ 50 ലക്ഷം റോസരിയോട് ചേർന്ന്, ഈ ജപമാലയോട് ചേർന്ന്, ഷാലോമിന്റെ കൂട്ടായ്മയോട് ചേർന്ന്, ലോകം മുഴുവൻ ചൊല്ലുന്ന ജപമാലയോട് ചേർന്ന്, ദിവ്യകാരുണ്യ ആരാധനയോട് ചേർന്ന് സഭയെ കാക്കണമേ. സഭയ്ക്ക് വേണ്ടി എൻ്റെ സഹനങ്ങളും, എൻ്റെ വേദനകളും, എൻ്റെ രോഗങ്ങളും, എൻ്റെ ദുഃഖങ്ങളും, എൻ്റെ കടഭാരങ്ങളും ഞാൻ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ഈ കാലഘട്ടം സ്വർഗത്തിന് വേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞേ. സിയനായിലെ വിശുദ്ധ കാതറിൻ അങ്ങനെ ഒരു കന്യാസ്ത്രീയാ. സഭയിൽ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ വേദപാരംഗതയായ കാതറിനാണ് മാർപ്പാപ്പയ്ക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സിയനായിലെ കാതറിനെ നോക്കിയിട്ട് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മകളെ, നീ ഒരു പുരുഷനായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സഭയുടെ കർദിനാളാക്കുമായിരുന്നു. സിയനായിലെ കാതറിൻ മാർപ്പാപ്പയോട് പറയുന്നറിയാമോ, എൻ്റെ മകനെ എന്ന് പറഞ്ഞു വരുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നിറയുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിൽ നിന്ന് മാറി നിൽക്കാനല്ല, സഭയെ മുറിക്കാനല്ല, വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്ക് മുറിവേറ്റാലും സഭയെ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ നമ്മൾ മുറിക്കരുത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് കടക്കുക. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു. നമുക്കറിയാം, ഇപ്പോൾ ദിവ്യകാരുണ്യം ഈശോ ഈ ബലിപീഠത്തിലേക്ക് വരുമ്പോൾ ഇത് സഭയിലാ. സഭയുടെ ഏറ്റവും വലിയ കൂദാശ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെയുള്ള ദൂഷണം പറയുന്ന, സഭയുടെ നേതൃത്വത്തിനെ പറയുക, സഭയെ വിമർശിക്കുക. ഈശോയെ, ഇങ്ങനെയുള്ള വ്യക്തികളെ കൃപയാൽ പൊതിയണമേ. സ്നേഹത്തിൽ സാവൂൾ മാനസാന്തരപ്പെട്ടതുപോലെ, സഭയ്ക്ക് വിരോധികളായിരുന്ന അനേകം വ്യക്തികൾ മാനസാന്തരപ്പെട്ടതുപോലെ സഭാവിരോധികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സഭാസ്നേഹത്തിൽ നിറയ്ക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹത്തോടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം.
ദിവ്യകാരുണ്യമേ, യോഹന്നാസ്ലീഹ കണ്ടതുപോലെ മാറത്തു പൊൻകച്ച അണിഞ്ഞ് കാണുന്നീശോയെ ചേർന്ന് പാടാമോ? ദൈവമഹത്വം ഇറങ്ങട്ടെ. എല്ലാവരും ചേർന്ന് കരങ്ങൾ വീശി ആദ്യനും അന്ത്യനുമേ അഭിഷേകം ഇറങ്ങട്ടെ. ഓ പരിശുദ്ധ കുർബാനയിൽ കൃപ ഇറങ്ങട്ടെ. ഇരുകരങ്ങൾ വീശി അമ്മ മാതാവിനോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഔസപിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സഭാപിതാക്കന്മാരോട് ചേർന്ന്, രക്തസാക്ഷികളുടെ കൂട്ടായ്മയോട് ചേർന്ന്, കന്യകളുടെ കൂട്ടായ്മയോട് ചേർന്ന്, ഡെസേർട്സ് ഫാദേഴ്സിനോട് ചേർന്ന് കരങ്ങൾ വീശി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയാ. ഈശോയേ, ദിവ്യകാരുണ്യമേ, മഹത്വത്തിന്റെ കൂദാശേ, കരുണയുടെ രാജാവേ, ആരാധിക്കുന്നു. ദൈവമക്കളെ, ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണല്ലോ വിശുദ്ധരുണ്ടായത്. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചയാളാണല്ലോ ജോൺ മരിയ വിയാനി. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചയാളാണല്ലോ അൽഫോൻസ് ലിഗോരി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാമോ? ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എഫെസസ് 1:24 സ്ലീഹ പഠിപ്പിക്കുക, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയിലാണ് എല്ലാ പൂർണ്ണതയും. സകല സൗഭാഗ്യം കൊണ്ട് മുടിചൂടി നിൽക്കുന്നതാണ് കത്തോലിക്ക സഭ. ലോകത്തില് നിലനിൽക്കുന്ന ഏക സഭ, 2000 വർഷമായിട്ട് തകരാത്തതും തകർക്കപ്പെടാൻ സാധിക്കാത്തതുമായ സഭയാണല്ലോ കത്തോലിക്ക സഭ. അതാണ് ഈശോ പറഞ്ഞത്. പത്രോസ്ലീഹായെ നോക്കിക്കൊണ്ട് പറയുക, പത്രോസേ, നീ പാറയാകുന്നു, നീ ഉറപ്പുള്ളവനാകുന്നു. അടുത്ത വാക്യം എന്നാ? നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടത്തില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കും. എന്ന് വെച്ചാൽ അഴിക്കാനും കെട്ടുവാനും അധികാരം കിട്ടിയ സഭയാണ് കത്തോലിക്ക സഭ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ റോസറി വാർ 2021 ശുശ്രൂഷയിൽ നമ്മൾ 50 ലക്ഷത്തോളം, അരക്കോടിയോളം ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി. ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആത്മരക്ഷ, പാപികളുടെ മാനസാന്തരം, സഭയുടെ വിശുദ്ധീകരണം. പ്രിയപ്പെട്ട ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിശുദ്ധരെല്ലാം പഠിച്ചേ. എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധരായിരുന്നു. കത്തോലിക്ക സഭയിലെ മുഴുവൻ വിശുദ്ധരും ദിവ്യകാരുണ്യത്തിന്റെ വിശുദ്ധരാ. രണ്ടാമത്തെ കാര്യം, അവരമ്മ മാതാവിനെ സ്നേഹിച്ചിരുന്നു, ഈശോയുടെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ടിരുന്നു. മൂന്നാമത്തെ കാര്യം,
അവര് സഭയെ സ്നേഹിച്ചു, സഭയെ അനുസരിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധരായിരുന്ന വ്യക്തികളുടെ 3 ഗുണങ്ങളാ. 1 പരിശുദ്ധ കുർബാന, 2 പരിശുദ്ധ അമ്മ മാതാവ്, 3 സഭായ സ്നേഹം, സഭയോടുള്ള വിധേയത്വം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ അനുസരണക്കേട് ദുരാത്മാക്കൾ ലോകം മുഴുവനുണ്ട്, കുടുംബങ്ങളിലുണ്ട്, സഭയിലുണ്ട്. എഫെസസ് 2:2 അരൂപി ലോകം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പിശാച് കടന്നു വന്നത് അനുസരണക്കേടിലൂടെയാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയെ തകർക്കാൻ സാത്താൻ പ്രവർത്തിക്കുന്നതാണ് അനുസരണക്കേട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ. അസീസിയിലെ ഫ്രാൻസിസ് സഭയെ സ്നേഹിച്ചു, സഭയെ അനുസരിച്ചു. 10 വർഷത്തോളം സഭ വിലക്കിയപ്പോൾ ഓർക്കണം, 10,000-കണക്കിന് ആൾക്കാർ പാതിരപ്പിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് കുംഭസാരത്തിനായി ക്യൂ നിൽക്കുമ്പോൾ സഭ പറഞ്ഞു വേണ്ട എന്ന് പറയുമ്പോൾ, ആ മൊണാസ്റ്ററിയില് ഒരേകാന്ത തടവിലായിരിക്കുമ്പോൾ പോലും പാതിരപ്പിയോയ്ക്ക് പരാതിയില്ലാത്തതിന് കാരണം ഈശോയുമായിട്ട് ബന്ധമുള്ള വ്യക്തിക്ക് ഏതു മുറിയിലിരുന്നാലും പരാതിയില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയെ സ്നേഹിക്കാൻ സ്നേഹത്തിന്റെ ആത്മാവ്, അനുസരണത്തിന്റെ ആത്മാവ് സഭയിൽ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. മുറിവേറ്റവരുടെ മുറിവുകൾ ഉണക്കുന്ന ഈശോയെ, വ്യക്തിപരമായ ബന്ധങ്ങൾ ഈ സംഭവത്തിൽ സംഭവിക്കട്ടെ. മുറിഞ്ഞുപോയ മക്കളുടെ മുറിവുകൾ ഉണക്കണമേ. ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ സ്നേഹിക്കാൻ, സഭയുടെ ദൃശ്യഭാവത്തെക്കാൾ ഉപരി അദൃശ്യഭാവത്തെ സ്നേഹിച്ചുകൊണ്ട് സഭയെ ഉൾക്കൊള്ളുവാനുള്ള അഭിഷേകം കൊടുക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, സഭയിൽ നിറയണമേ. ആദിമ സഭയിൽ നിറഞ്ഞ ആത്മാവേ, അസീസിയിലെ ഫ്രാൻസിസിൽ നിറഞ്ഞ ആത്മാവേ, മദർ തെരേസയിൽ നിറഞ്ഞ ആത്മാവേ, സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിൽ കേരള സഭയില്, ആഗോള സഭയില് പരിശുദ്ധാത്മാവിന്റെ വലിയ കുത്തൊഴുക്കുണ്ടാകട്ടെ. കെട്ടപ്പെട്ട ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും ഈശോയേ, നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, യോഗ്യനേശുവേ. കരങ്ങൾ വീശി പാടാം. ആരാധന, ആരാധന ഈശോയേ. ആരാധന. സാധിക്കുന്നവരൊക്കെ മുട്ടുമേ നിൽക്കണം. പ്രിയപ്പെട്ടവരെ, എന്തിനാ മുട്ടുകുത്തി നിൽക്കുന്നറിയാമോ? നമ്മുടെ സഹനങ്ങൾ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോവാ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കൾ രോഗികളായിട്ടുള്ളവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, തകർന്നവരുണ്ട്, തകർക്കപ്പെട്ടവരുണ്ട്, കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ട്, ഒരുപക്ഷെ ഒറ്റപ്പെടലുള്ളവരുണ്ടാവാം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വേദനകൾ ഈ സഭയ്ക്ക് വേണ്ടി കൊടുത്തേ. നമ്മളെ സഭയൊന്ന് സ്നേഹിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിത ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, അനേകം മിഷണറിമാർ ലോകം മുഴുവൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അനേകം സുവിശേഷ വേലക്കാർ ചെയ്യുന്നുണ്ട്, അനേകം ആത്മാര് ചെയ്യുന്നുണ്ട്. ഈ സഭയ്ക്ക് വേണ്ടി സഭയെ സ്നേഹിച്ചുകൊണ്ട് മിണ്ടാമടമുള്ള കോൺവെന്റുകളില്, പ്രത്യേകിച്ച് മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം സഹോദരങ്ങളെ എനിക്കറിയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വാക്ക് പോലും സഭയ്ക്കെതിരെ ഒരു വാക്ക് പറയാത്തവര്, സഭയെ സ്നേഹിക്കുന്നവര്, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ഒരു തീരുമാനമെടുക്കണം. ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബ പ്രാർത്ഥനയില്, എൻ്റെ ജപമാല പ്രാർത്ഥനയില്, എൻ്റെ യാമ പ്രാർത്ഥനകളില്, എൻ്റെ കരുണ ജപമാല പ്രാർത്ഥനയില്, എൻ്റെ ഓരോ വിശുദ്ധ കുർബാനയില്, എൻ്റെ ഓരോ പരിത്യാഗത്തില്, എൻ്റെ ഓരോ നോമ്പില്, എൻ്റെ ഓരോ നൊവേനയില്, എൻ്റെ ഓരോ പരിത്യാഗത്തിന്റെ ശുശ്രൂഷകളില് ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ വൈദികർക്ക് വേണ്ടി, എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, മലങ്കര സഭയ്ക്ക് വേണ്ടി, ലാറ്റിൻ സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി
വേണ്ടി, മെത്രാപ്പോലിത്തമാർക്ക് വേണ്ടി, ആലഞ്ചേരി പിതാവിന് വേണ്ടി, ക്ലീമിസ് മാമയ്ക്ക് വേണ്ടി, അഭിബന്ധ പിതാക്കന്മാർക്ക് വേണ്ടി, അഭിബന്ധ വൈദികർക്ക് വേണ്ടി, സമർപ്പിത ജീവിതങ്ങൾക്ക് വേണ്ടി, അന്വായ ശുശ്രൂഷകർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും ഉയർത്തി സ്തുതിക്കട്ടെ. പീഡിത രാജ്യങ്ങളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മർദ്ദിത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിക്കുന്ന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, പരിശുദ്ധ കുർബാനയെ, പരിശുദ്ധ കൂദാശയെ, ഈശോയെ, ഫൗസ്റ്റീനമ്മ പ്രാർത്ഥിച്ചതുപോലെ, കൊളൈറ്റ് പ്രാർത്ഥിച്ചതുപോലെ, വിശുദ്ധാത്മാക്കൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള വരം നൽകണമേ. സഭയെ പടുത്തുയർത്താനുള്ള വരം നൽകണമേ. സഭയെ സ്നേഹിക്കാനുള്ള വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. തുടർന്ന് നമ്മള് ജപമാല ചൊല്ലി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗമാണ്. പരിശുദ്ധാത്മാവിന്റെ ചിന്തയാ ഈ കാലഘട്ടത്തിൽ വിമർശനത്തെക്കാളുപരി, കുറ്റപ്പെടുത്തലിനേക്കാളുപരി സ്വയം പ്രാർത്ഥിക്കാൻ, പരിത്യാഗമെടുക്കാൻ, പ്രത്യേകിച്ച് അമ്മ മാതാവിനോട് ചേർന്ന് ജപമാല ചൊല്ലി നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മേ, ഈ ജപമാല 50 ലക്ഷം ജപമാലയോട് ചേർന്ന് എൻ്റെ പ്രാർത്ഥനകള്, എൻ്റെ സഹനങ്ങൾ ചേർത്ത് ഞാനിതാ ഈ ജപമാലയോട് ചേർത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളെ ഉയർത്തെഴുന്നള്ളി ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ കാഴ്ചവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനായി ഈ രഹസ്യത്തിൽ കാഴ്ചവെക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ,
നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യന്മാരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ കാഴ്ചവെക്കുമ്പോൾ കത്തോലിക്ക സഭയെയും സഭാ അധികാരികളെയും ദൈവജനത്തെയും സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ.
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിരിക്കുമ്പോൾ സെഖിയൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യക മാതാവിൻ്റെയും സ്ലീഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളുടെയും ആത്മരക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനായിട്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യക മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ധ്യാനിക്കാം. ഈ രസത്തിൽ കാഴ്ചവെക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ അധികാരികളും പരിശുദ്ധാത്മാവോട് നിറയുവാനായിട്ട് നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരയേറിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെടും ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി
ലോക സമാധാനത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ പരമ
പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനേ, കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തയായ മാതാവേ, കളങ്കമറ്റ മാതാവേ, കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സ്രഷ്ടാവിന്റെ മാതാവേ, കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, രക്ഷകന്റെ മാതാവേ, ഏറ്റവും വിവേകമതിയായ കന്യകേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, സ്തുതിക്ക് യോഗ്യയായ കന്യകേ, മഹാവല്ലഭയായ കന്യകേ, കനിവുള്ള കന്യകേ, ഏറ്റവും വിശ്വസ്തയായ കന്യകേ, നീതിയുടെ ദർപ്പണമേ, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ആധ്യാത്മിക പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ദാവീദിന്റെ കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ, ഉഷകാല നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി, പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, കന്യകകളുടെ രാജ്ഞി, സകല വിശുദ്ധരുടെയും രാജ്ഞി, അമലോത്ഭവയായ രാജ്ഞി, സ്വർഗാരോപിതയായ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, കർമ്മര സഭയുടെ അലങ്കാരമായ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, തിരുസഭയുടെ രാജ്ഞി, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ,
ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം വീണു കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ദിവ്യകാരുണ്യം എടുത്തുയർത്തി സഭയാണ് ആശീർവദിക്കുന്നത്. വിശുദ്ധ പൗരിയ ഫൗസ്റ്റീനാണ് ഈശോ കാണിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. ദിവ്യകാരുണ്യ ആശീർവാദം നടക്കുമ്പോൾ ഈശോയുടെ കൃപ ഇറങ്ങി വരുന്ന സമയമാണ്. നമുക്ക് മുട്ടുമേ നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി ഒരുങ്ങി സഭയെ സ്നേഹിച്ചു പ്രാർത്ഥിക്കാം. മുട്ടുമേ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിന് വേണ്ടി, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, കർദിനാൾ തിരുസംഘത്തിന് വേണ്ടി, മെത്രാപ്പോലിത്തമാർക്ക് വേണ്ടി, മെത്രാമാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, കോൺഗ്രിഗേഷന് വേണ്ടി, സമർപ്പിത ജീവിതങ്ങൾക്ക് വേണ്ടി, ആത്മായ ശുശ്രൂഷകർക്ക് വേണ്ടി, ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി, കർത്താവേ മീഡിയ മിനിസ്ട്രിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ശക്തി കൊടുക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.